എന്റെ വോയിസ് കേൾപ്പിക്കണില്ല. അവനെ കാണിച്ചു കൊടുത്തു. അത് വോയിസ് കേൾപ്പിക്കാത്ത വേറൊന്നല്ല. ഇല്ല ഞാൻ അയച്ചിട്ടുണ്ടാവില്ല. ഇത്രയും 1 2 3 4 5 6 7 8 ഈ 8 വോയിസ് അത് അവർക്ക് അറിയില്ല കേട്ടോ. കാരണം ഞാൻ ആർക്കറിയില്ല. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ തന്നെ വോയിസ് ഓൺ ആക്കിയിട്ട് എനിക്ക് അയച്ചു തന്നതാണ്. പ്രശ്നം ഉണ്ടാകുമ്പോ ഞാൻ ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഞാൻ ഓരോ വോയിസ് ഈ സംഭവം ഓൺ ആക്കിയാണെങ്കിലോ ഗൈസ്. അപ്പൊ ഇവരുടെ കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിലെല്ലാം ഉണ്ട്. ഈ ഫോണൊന്ന് തിരിച്ച അല്ലെങ്കിൽ ഈ വോയിസ് ഒന്ന് കേൾപ്പിച്ച എല്ലാം വ്യക്തമാകും എന്ന് പറയല്ലാതെ, അതുപോലെ തന്നെ ഈ പുഞ്ഞു ഷെബിനും ഇട്ട വീഡിയോയിലും ഒരു ഫോൺ തിരിച്ച എല്ലാ സത്യം പുറത്ത് വരും അത് പറയല്ലാണ്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഒന്നും പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ ചൂടിപ്പോയ കുട്ടിയുടെ കേസും എന്ന് പറയുന്നത്. അവരും കുറേ വീഡിയോസ് ഉണ്ട്, അമ്മ സംസാരിച്ചു, അച്ഛൻ സംസാരിച്ചു, അതൊരു കുറേ വീഡിയോസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ കേൾപ്പിക്കുന്നില്ല. കാരണം പലരെ ഓർത്ത് ഞങ്ങളത് കേൾപ്പിക്കുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു അവർ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ തിരിച്ചടിപൊളി മറുപടി ആയിട്ടാണ് ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയിലെ അമ്മ വന്നിട്ടുള്ളത്. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, നീ വോയിസ് ധൈര്യമായിട്ട് പുറത്ത് വിട്ടോ. നീ അങ്ങനെ പുറത്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി സംസാരിക്കുക. ഒരുപാട് സത്യങ്ങൾ പുറത്ത് പറയാൻ അവർക്കുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 2 മണിക്കൂറുള്ള വീഡിയോ മറ്റോ അവരോട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അവർ പുറത്ത് വിടുന്നുള്ളൊരു രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ജാമ്യത്തിൽ ഇറക്കിയോളാം കേട്ടാ, വിഷമിക്കേണ്ട. ധൈര്യമായിട്ട് പുറത്തേക്ക് കാണിച്ചോ, ഒരു വിഷയമില്ല. അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ. പക്ഷെ അമ്മ അച്ഛൻ ഇതുമ്മേ മാത്രമാണ് പറഞ്ഞ് നിർത്തണേ എന്ന് മാത്രം. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ പോണില്ല. പല വീഡിയോകളും ഞാൻ എടുത്ത് വെച്ചു. അവരുടെ ഈ റിയാക്ഷൻ വീഡിയോ കണ്ടിട്ട് ഞാൻ ഒരുപാട് വീഡിയോ, എനിക്കൊന്ന് എത്ര മണിക്കൂർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്? ഇന്നലെ ശരിക്കും 2 വീഡിയോ 2.5 മണിക്കൂർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒളിച്ചുകൊണ്ടി പോയ കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അച്ഛനും അമ്മയും, അതായത് ഈ കുട്ടി പോകുന്നതിന് മുമ്പ് വീട്ടിൽ അച്ഛനും അമ്മയും അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം അവരറിയാതെ റെക്കോർഡ് ചെയ്ത് ഈ ഒരു പയ്യന്, ഈ ഒളിച്ചോടി കൂടെ പോയുള്ള പയ്യന് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ പോയ ശേഷം വീണ്ടും അവിടെ പോയിട്ടാണെങ്കിലും വീഡിയോസിലൂടെയും വീട്ടുകാരനെ മോശമാക്കണം, അതായത് താഴ്ത്തി കെട്ടിയിട്ടുള്ളൊരു സംസാരമാണ് ആ കുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാൻ കാരണം, അവർ വീട്ടിലിരിക്കുമ്പോൾ ഈ കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ വീട്ടുകാർ അവർ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ അവരറിയാതെ ഈ ഒരു പയ്യനെ അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ സ്വന്തം വീട്ടുകാരാണ്. അവർ നമ്മളെ വിശ്വസിച്ച് നമ്മളുടെ മുമ്പിൽ ഒരു കാര്യം പറയുമ്പോൾ അത് ആരും അറിയാതെ അവർക്ക് അയച്ചു കൊടുക്കുന്നത്, ചിലപ്പോൾ അവരെക്കുറിച്ച് വല്ലതും സംസാരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് തന്നെ അയച്ചു കൊടുക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഈ കുട്ടി ചെയ്തിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ അവിടെ പോയ ശേഷം ഈ കുട്ടി കല്യാണം കഴിച്ച് പോയ വീട്ടിൽ ചെന്നിട്ടും വീട്ടുകാരനെ ഓരോ കാര്യങ്ങളായിട്ട് കുത്തി പറയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ വീട്ടുകാരും അതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 വർഷം മുമ്പ് സംഭവിച്ചവരുടെ ഫാമിലിയിൽ സംഭവിച്ച അതേപോലത്തെ കേസ് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി ഒരു 2 3 4 മാസം എപ്പോഴായാലും ഇവർ തമ്മിൽ ഒന്നിക്കുന്നതാണ്. ഓക്കെ. ഇവർ ഒന്നിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞതും കാര്യങ്ങളും ഒക്കെ മറക്കും. ഇവർ അച്ഛനും അമ്മയും ആയാലും മറക്കും, ചേച്ചി ആയാലും മറക്കും, അനിയത്തി ആയാലും മറക്കും. പക്ഷെ മറക്കാത്തത് ആരാണെന്ന് വെച്ചാൽ ഈ കണ്ടവരും കേട്ടവരും. അതായത് ഇപ്പോൾ യൂട്യൂബിലാണ് ഇട്ടുള്ള ഒരുപാട് ഓഡിയൻസ് ഇത് കണ്ടിട്ടുണ്ട്. അവരാരും ഇക്കാര്യം മറക്കില്ല. കാരണം ഈ ഒരു കുട്ടി ഇപ്പോൾ ഒളിച്ചോടിപ്പോയ കേസ് വന്നപ്പോഴത്തേനും എല്ലാവരും ചെകഞ്ഞെടുത്തത് മുമ്പ് 2 വർഷം മുമ്പ് നടന്നിട്ടുള്ള പൊന്നുവിൻ്റെ അതേ കാര്യം ചെകഞ്ഞെടുത്തിട്ടാണ് കുത്തി പറയുന്നത് പോലെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നാളെ ഇനി ഇവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ വീണ്ടും ഇതേ കാര്യം തന്നെയായിരിക്കും ഓരോരുത്തരും പറഞ്ഞ് വരിക. ഓരോ കാര്യങ്ങളും കുറ്റപ്പെടുത്തുമ്പോഴായാലും ആലോചിച്ച് പിന്നീടുള്ള കാര്യങ്ങൾ ആലോചിച്ച് സംസാരിക്കാനാണ് ശ്രമിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഈ കുട്ടി അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. കുട്ടിയായാലും ഒരു അമ്മയായാലും ചേച്ചിയായാലും അതല്ല ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇവരെല്ലാവരും ഒന്നായി. നാളെ മേലെ ഈ ഒളിച്ചോടിപ്പോയ കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആ കുട്ടിക്കൊരു പ്രശ്നം വരുമ്പോൾ അവൻ്റെ വീട്ടുകാർ വന്നാലും അവരുടെ വീട്ടുകാർ ഈ കുട്ടീനെ സപ്പോർട്ട് ചെയ്യാൻ വന്നാലും അവർ ഒരു വിലയും കൊടുക്കില്ല. കാരണം ഈ കുട്ടി തന്നെ വീട്ടുകാരനെ കുറിച്ച് ഒരുപാട് മോശമായ കാര്യങ്ങൾ പറയുമ്പോൾ നാളെ ഈ ചെക്കൻ്റെ വീട്ടുകാർ ഒരു വിലയും കൊടുക്കില്ല ഈ പെണ്ണിൻ്റെ വീട്ടിലേക്ക്. അതുപോലെ തന്നെ ഈ കുട്ടിക്കും ഒരു വിലയും കൊടുക്കില്ല എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ. കാരണം ഈ കുട്ടി തന്നെ സ്വന്തം വീട്ടുകാരനെ കുറിച്ച് അത്രയും പറഞ്ഞൊരു കുട്ടിയാണ്. ഓക്കെ. അപ്പോഴത്തേനും
ഇനി എന്തായിരിക്കും ആ കുട്ടിയുടെ അവസ്ഥ, എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇവര് അഞ്ജന അവര് ഒരു ചാറ്റ്, സെലിബ്രിറ്റി ചാറ്റ് എന്തോ ഈ ഗൂഗിളിനെ കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, സ്റ്റാറ്റസ് ഇട്ടു. അപ്പോൾ ചൊറിയാൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് സീനാകുമെന്ന് പറഞ്ഞ് ഇവരൊരു ഇതിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ കൂടുതലായിട്ടും പൊന്നു അവർ ഗൂഗിളിന് ജോബ് സെറ്റാക്കി കൊടുക്കാൻ നോക്കി എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒളിച്ചോടിപ്പോയ കുട്ടിയും ഇവർക്കിട്ട് പറയുന്നത് അവർക്കും ഒരു ജോലിയും ഇല്ല, ജോലി അല്ലാണ്ട് അവർ യൂട്യൂബ് വരുമാനം കൊണ്ടാണ് ജീവിച്ചു പോകുന്നത് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ പെൺകുട്ടിയാണ് വിളിച്ചിട്ടുണ്ടാക്കണേ, അല്ലാണ്ട് എൻഗേജ്മെന്റ് ഉറപ്പിച്ചിട്ട് വേറൊരുത്തന്റെ ഒപ്പം പോയതല്ല. മനസ്സിലായോ? അതുപോലെ തന്നെ പൊന്നുവും ഷെബിനും പറഞ്ഞതിന് തിരിച്ച് മറുപടിയായിട്ട് ഗൂഗിൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനുമായി എൻഗേജ്മെന്റ് കഴിച്ച് വെച്ച പെണ്ണിനെയാണ് വിളിച്ചോട്ട് വന്നത്, അല്ലാതെ വേറൊരാളുമായിട്ട് എൻഗേജ്മെന്റ് കഴിച്ച് വെച്ച പെൺകുട്ടിനെയല്ല ഞാൻ ഇറക്കിക്കൊണ്ട് വന്നത് എന്നുള്ളൊരു വിഷയം കൂടെ പറയുന്നുണ്ട്. അത് ഈ പൊന്നൂനും ഷെബിനും ഇട്ട് ഒരു കൊട്ടു കൊടുത്തതാണെന്ന് കണ്ട എല്ലാവർക്കും മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ വിഷയം കഴിഞ്ഞപ്പോഴാണ് അമ്മ പറയുന്നത്, ഈ ഒളിച്ചോടിപ്പോയ കുട്ടി പറയുന്നത് മൊത്തം കള്ളമാണ്, പല തെളിവുകളുമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവർ പുറത്ത് പറയാത്ത ഒരുപാട് വിഷയങ്ങൾ അവരുടെ വീട്ടിലുണ്ടായിട്ടുണ്ട്. അതായത് ഈ ചെക്കൻ ആരും ഇല്ലാത്ത സമയത്ത് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നെന്നും പുറത്തു പോയിട്ടുണ്ടായിരുന്നെന്നും അങ്ങനെ ഒരുപാട്, പിന്നെ ഈ മിസ്സിങ് കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇവർ പറയുന്നുണ്ട്. പക്ഷെ അവിടെ എവിടെയും തട്ടി കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവർ പറഞ്ഞിട്ടുള്ളൂ. വ്യക്തമായിട്ടുള്ള കാര്യം എന്താണ്, ഈ കുട്ടി പോകാനുള്ള കാര്യം എന്താണെന്നുള്ളതൊന്നും ക്ലാരിറ്റി ഇല്ല. ഇപ്പോഴും ആ ഒരു കാര്യത്തിന് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഇനി ഇത് കൂടുതൽ മുന്നോട്ട് പോയ, ഈ വിഷയം കൂടുതൽ മുന്നോട്ട് പോയാൽ 3 ചാനലിലുള്ളവർക്കും, അതായത് അമ്മ 2 മക്കൾ, അവർക്കും അറിയാം ഉറപ്പായിട്ടും നല്ല പോലെ നാണം വിടും എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 3 പേരും ഈ കാര്യത്തിനെ കുറിച്ച് സംസാരം നിർത്തിയതും ഈ വിഷയം വിട്ട് അവർ വീണ്ടും മുന്നോട്ട് പഴയ വ്ളോഗ് പോലെ അവരുടെ ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. എനിക്ക് പറയാനുള്ളത്, ഇവരെപ്പോഴായാലും മിണ്ടും, പക്ഷേ ഈ കണ്ടവരും കേട്ടവരൊന്നും ഇതൊന്നും ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും മറക്കില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇവർ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ വീഡിയോസൊക്കെ ഹൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. പക്ഷെ ഒരുപാട് പേരുടെ കയ്യിൽ ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കുറച്ചും കൂടെ കാലം കഴിഞ്ഞ് ഇവരുടെ ഫാമിലിയിൽ വേറെ എന്തെങ്കിലും വിഷയം വരും, ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് ആൾക്കാർ വരും. അത്രയേ ഉള്ളൂ. അതൊക്കെ ചിന്തിച്ചിട്ടൊക്കെ കാര്യങ്ങൾ വിളിച്ച് പറയുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ.